ദുഃഖവാർത്ത. സിനിമാ ലോകത്തെ ഒരു ഇതിഹാസം കൂടി നമ്മളോട് വിട ചൊല്ലിയിരിക്കുന്നു. ഗ്ലാമർ ലോകത്തെ കോടികളുടെ പ്രഭയ്ക്കുമപ്പുറം തമിഴ് മണ്ണിലെ പച്ചയായ മനുഷ്യരുടെ കഥകൾ പറഞ്ഞ് ഇന്ത്യൻ സിനിമയുടെ ദിശ തന്നെ മാറ്റിമറിച്ച ഒരു മഹാപ്രതിഭയുണ്ട്. സംവിധാനത്തിലെ രാജാവ് എന്ന ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര ലോകം ആദരവോടെ വിളിച്ച പി ഭാരതിരാജ 4 പതിറ്റാണ്ടുകളോളം ദക്ഷിണേന്ത്യൻ സിനിമയെ തന്റെ തോളിലേറ്റിയ ആ ചലച്ചിത്ര വിസ്മയം വിട പറഞ്ഞപ്പോൾ വല്ലാത്തൊരു നൊമ്പരത്തോടെയാണ് സിനിമാ പ്രേമികൾ അദ്ദേഹത്തെ ഓർക്കുന്നത്. തേനിയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച് പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ സാനിറ്ററി ഇൻസ്പെക്ടറായി ജോലി ചെയ്തിരുന്ന മുത്തുസ്വാമി എന്ന യുവാവ് സിനിമയോടുള്ള അടങ്ങാത്ത മോഹം മനസ്സിൽ ചുമന്ന് ചെന്നൈ നഗരത്തിലേക്ക് വണ്ടി കയറുമ്പോൾ ആരും തന്നെ കരുതിയില്ല അദ്ദേഹം ഇന്ത്യൻ സിനിമയുടെ ചരിത്രം ഇരുത്തിക്കുറിക്കുമെന്ന്. SR പുട്ടണ്ണ, M കൃഷ്ണൻ നായർ എന്നിവരുടെ സഹസംവിധായകനായി സിനിമാ പാഠങ്ങൾ പഠിച്ച അദ്ദേഹം 1977 സ്വതന്ത്ര സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്നത്. അതായിരുന്നു 16 വയതിനിലെ. ഇൻഡോർ സെറ്റുകളിൽ തളച്ചിട്ടിരുന്ന തമിഴ് സിനിമയെ തമിഴ്നാട്ടിലെ പച്ചപ്പുള്ള ഗ്രാമങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന വിപ്ലവമായിരുന്നു ആ ചിത്രം. കമൽഹാസൻ, രജനീകാന്ത്, ശ്രീദേവി എന്ന 3 ഇതിഹാസ നക്ഷത്രങ്ങളുടെ കരിയർ തന്നെ മാറ്റിമറിച്ചതും ഈ ഒരൊറ്റ ചിത്രമായിരുന്നു. തുടർന്നിങ്ങോട്ട് സൂപ്പർ ഹിറ്റുകളുടെ പരമ്പര തന്നെയായിരുന്നു. കിഴക്ക് പൂവും റെയിൽ, സിഹപ്പ് റോജാപ്പ്, മൺവാസനെ, മുതൽ മര്യാദ, കിഴക്ക് സീമയിലെ അങ്ങനെ തമിഴ് ഗ്രാമീണ ഭംഗിയും ആഴമുള്ള വൈകാരികതയും വിളിച്ചോതുന്ന 40-ലധികം ചിത്രങ്ങൾ. തമിഴിൽ മാത്രമല്ല തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലും അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിച്ചു. 6 തവണ ദേശീയ അവാർഡുകൾ കൈപ്പിടിയിലൊതുക്കിയ അദ്ദേഹത്തെ 2004 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. ഇളയരാജ എന്ന സംഗീത വിസ്മയവും ഭാരതിരാജയും ചേർന്നപ്പോൾ പിറന്നത് മലയാളികളുടെയൊക്കെ ഹൃദയം കവർന്ന അനശ്വര ഗാനങ്ങളായിരുന്നു. രാധിക, രേവതി, കാർത്തിക് തുടങ്ങി നിരവധി പ്രമുഖ താരങ്ങളെ വെള്ളിത്തിരയിലേക്ക് കൈപിടിച്ചുയർത്തിയത് ഈ ദീർഘദർശിയായ സംവിധായകനാണ്. വെറും ഒരു ഗ്രാമീണ സിനിമകളുടെ സംവിധായകൻ മാത്രമായിരുന്നില്ല ശ്രീ ഭാരതിരാജ. സിനിമയുടെ സാങ്കേതിക വശങ്ങളിൽ അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങൾ അന്നത്തെ സിനിമാ ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. സൗണ്ട് സിസ്റ്റം. നിഴലുകൾ എന്ന ചിത്രത്തിലൂടെ സീരിയോഫോണിക് സൗണ്ട് സിസ്റ്റം ആദ്യമായി തമിഴ് സിനിമയിലേക്ക് കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. റസൂൽ പൂക്കുട്ടിയെ പോലുള്ള ഓസ്കാർ ജേതാക്കളായ ശബ്ദലേഖകർ പോലും ഭാരതിരാജയുടെ സിനിമകളിലെ ശബ്ദവിന്യാസങ്ങൾ കണ്ടാണ് തങ്ങൾ വളർന്നതെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മലയാള സിനിമയുമായും അദ്ദേഹത്തിന് ആഴത്തിലുള്ള ഒരു